അയ്യൻകാളി കോളേജിന്റെ സാമ്പത്തിക സമാഹരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കെപിഎംഎസിന്റെ സംഘടനാ ശരീരത്തിലെ ഏറ്റവും വിപുലമായ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിൽ 52 ദിവസം നീണ്ടുനിന്ന ദൈർഘ്യമേറിയ ഒരു ക്യാമ്പയിനാണ് കെപിഎംഎസിന്റെ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തത്. ഡിസംബർ മാസം 11-ാം തീയതി മുതൽ ജനുവരി മാസം 31-ാം തീയതി വരെ നീണ്ടുനിന്ന ഈ 52 ദിവസം ഒരുപക്ഷെ സംഘടനാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശകരമായ അഭിമാനകരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ജില്ലയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. 52 ദിവസങ്ങളിലായി 247 യോഗങ്ങളാണ് ജില്ലയിൽ സംഘടിപ്പിക്കുകയും ആ 247 യോഗങ്ങളിൽ നമ്മുടെ ഘടകങ്ങളുടെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും അവർ കരുതിവെച്ച ഫണ്ട് ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ 3 യൂണിയൻ കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനവും 3 പ്രതിമകളുടെ അനാച്ഛാദനവും ഒരു സ്മൃതിമണ്ഡപവും ഈ 52 ദിവസത്തെ ഈ പര്യടനത്തിനിടയിൽ നമ്മൾ നാടിന് സമർപ്പിക്കുകയുണ്ടായി. ഇതിനിടയിൽ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി കെപിഎംഎസ് നേതൃത്വം കൊടുത്ത് രൂപീകരിച്ചിട്ടുള്ള പഞ്ചമി സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കാർഷിക മേഖലയിലെ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവങ്ങളിലും പങ്കെടുക്കുകയുണ്ടായി. ഒപ്പം തന്നെ പഞ്ചമി സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ സാമ്പത്തിക സമാഹരണ പ്രവർത്തനങ്ങളുടെ സന്ദർശന വേളയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇടപെടാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ 52 ദിവസത്തെ ഈ യാത്രയിൽ ജില്ലയിലെ നമ്മുടെ സഭാ കുടുംബങ്ങളിലെ സന്തോഷത്തിലും സന്താപങ്ങളിലും പങ്കെടുക്കാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല എല്ലാ നിലയിലും ഈ കാലയളവിൽ കെപിഎംഎസിന്റെ സംഘശക്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ അണികൾക്ക് നമ്മുടെ സഭയിൽ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ കുടുംബങ്ങൾക്കും അംഗങ്ങൾക്കും അഭിമാനവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും പകർന്നു നൽകുന്ന ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനത്തിനാണ് ഈ കാലയളവിൽ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത്. തീർത്തും അഭിമാനത്തോടുകൂടി തികഞ്ഞ അഭിമാനത്തോടും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടും കൂടി തുടർന്നുള്ള ജില്ലകളിലേക്ക് ഈ ചരിത്ര സ്മാരകത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ഈ അനുഭവങ്ങൾ മുതൽക്കൂട്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.